നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അരുവിക്കര പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 3 നാൾ. പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. തന്ത്രങ്ങൾ മെനഞ്ഞും പ്രചാരണം കൊഴിപ്പിച്ചും മുന്നണികൾ അരുവിക്കരയിൽ സജീവമായി. സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും അരുവിക്കരയിൽ ക്യാമ്പ് ചെയ്യുന്നു. കലാശക്കൊട്ടിന് ഇനി ഒരു ദിവസം ബാക്കിയുണ്ടെങ്കിലും അരുവിക്കരയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കലാശക്കൊട്ടിന്റെ ആവേശമാണ്. പരസ്യപ്രചരണത്തിൽ മുന്നണികൾ തമ്മിലുള്ള മത്സരം അരുവിക്കരയിൽ മുറുകി. ചെണ്ടമേളവും തനത് കലാരൂപങ്ങളുമെല്ലാം നിരത്തുകളിൽ നിറയുകയാണ്. പ്രചരണം കൊഴിപ്പിക്കാനെത്തിയ ഇന്നസെന്റും സുരേഷ് ഗോപിയുമായിരുന്നു ഇന്നത്തെ താരങ്ങൾ. രണ്ടുപേരുടെ യോഗങ്ങളിൽ വൻ ജനക്കൂട്ടമാണ് എത്തിയത്. പ്രചരണത്തിന് ആന്റണി എത്തുന്നത് വലിയ ആവേശമാണ് UDF പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയത്. VS-നെ മുൻനിർത്തി തന്നെയാണ് ഇടതിന്റെ പ്രചരണം. VS-ന്റെ ആദ്യം മുതലുള്ള യോഗങ്ങളിൽ പ്രകടമായ ജനക്കൂട്ടം ഓരോ ദിവസവും കൂടുന്നത് ഇടത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിവിധ പഞ്ചായത്തുകളിൽ വാഹന പ്രചരണ ജാഥയുടെ തിരക്കിലാണ്. പാർട്ടി വോട്ടുകൾ ഉറപ്പിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു പാർട്ടി പ്രവർത്തകർ. വീടുകൾ കയറി വോട്ട് തേടുന്നതിനാണ് സാധാരണ പ്രവർത്തകർ നിലയുറപ്പിച്ചത്. പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ആർക്കും മുൻതൂക്കം എടുത്തു പറയാൻ കഴിയാത്ത നിലയിലാണ് അരുവിക്കരയിലെ ഇപ്പോഴത്തെ സ്ഥിതി. ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും ചെറുകക്ഷികൾ പിടിക്കുന്ന ഓരോ വോട്ടും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അരുവിക്കരയിൽ നടക്കാൻ പോകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടം തന്നെ. അരുവിക്കരയിൽ നിന്നും സേഫ് സനുലാബ്ദീൻ, റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, UDF നേതാവ് ശ്രീ CP ജോൺ, ശ്രീ ഫക്രുദ്ദീൻ അലി എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ CP ജോൺ, ഇതുവരെ കാർത്തികേയൻ മത്സരിച്ചതുപോലെയല്ല RSPയും UDFും തമ്മിലുള്ള, അല്ലെങ്കിൽ RSPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരമല്ല. മറിച്ച് CPMും UDFും തമ്മിൽ മത്സരിക്കുന്നു. BJP ശക്തമായ സാന്നിധ്യവുമായി രംഗത്തുണ്ട്. ഇത്തവണ വിജയപ്രതീക്ഷയുണ്ടോ UDFന്? വിജയപ്രതീക്ഷ വളരെയധികമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഐക്യജനാധിപത്യ മുന്നണി അടിക്കടി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. RSPയിൽ നിന്നും CPMന് സീറ്റ് എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPMും CPIയും ഒഴികെയുള്ള കക്ഷികൾ ഉണ്ട് എങ്കിൽ പോലും അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPMും CPIയും മാത്രമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നണി മാത്രമാണത്. പാർട്ടി മാത്രമാണ്. അതല്ലാതെ മുന്നണിയായിട്ട് ജനാധിപത്യ അവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇല്ലാത്ത ഒരു മണ്ഡലമാണ് അരുവിക്കര. രണ്ടാമത്തെ കാര്യം, അവിടെ ഉണ്ടായിട്ടുള്ള നമുക്ക് സോഷ്യൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സും UDFന് അനുകൂലമാണ് എന്ന് കാണാൻ കഴിയും. ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ UDFന്റെ ശക്തികേന്ദ്രമായി നിൽക്കുമ്പോൾ തന്നെ നായർ സമുദായത്തിന്റെ വോട്ടുകൾ കൂടുതലും ഇത്തവണ UDF പിടിക്കും. 31% നായർ സമുദായത്തിന്റെ വോട്ടുകളുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമായിട്ടുണ്ട് മണ്ഡലത്തിൽ വരുന്നവർക്കറിയാം. മാത്രമല്ല, പട്ടികവർഗ വിഭാഗങ്ങളുടെ 10% വരുന്ന വോട്ടുകളിൽ UDFന് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനമുണ്ട്. അതുപോലെ CP ജോണിലേക്ക് തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, UDFന് അനുകൂലമായ ഒരു അന്തരീക്ഷം, അതാണ് CP ജോൺ പറയുന്നത്. ഒന്ന്, മുന്നണി എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്കൊപ്പം CPIയും CPIയും മാത്രം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം തന്നെ UDF ചേരിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച RSP ഉൾപ്പെടെയുള്ളവർ. മറ്റൊന്ന്, സാമുദായിക സമവാക്യം. ഇപ്പോൾ 31% നായർ കമ്മ്യൂണിറ്റി. ഈ നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് അതിൽ 3ആയി വിഭജിച്ചു പോകും. പഴയതുപോലെയല്ല. ഇത്തവണ O രാജഗോപാൽ സജീവ സാന്നിധ്യം പുലർത്തുന്നു. BJP ശക്തമായി മത്സരരംഗത്തുണ്ട്. അപ്പോൾ 3ആയി വിഭജിച്ചു പോകും. ഈഴവ കമ്മ്യൂണിറ്റി 15% ഈ 15% ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഏതാണ്ട് 80%-ലേറെ വോട്ടും അത് LDFന് ലഭിച്ചിരുന്നതാണ്. ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അവിടെയും BJPയുടെ ഒരു സജീവ സാന്നിധ്യം. അതേസമയം 24% വരുന്ന CSI വിഭാഗങ്ങൾ, അതുപോലെ 14% വരുന്ന മുസ്ലിം വോട്ടുകൾ, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFനൊപ്പം ഉറച്ചു നിൽക്കും എന്ന പ്രതീക്ഷ. അതുപോലെ 10% വരുന്ന ആദിവാസി ദളിത് വോട്ടുകൾ, അതിൽ ഒരു സിംഹഭാഗവും അവകാശപ്പെടുന്നു. ഇതാണ് CP ജോൺ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനെ വരുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ വിജയപ്രതീക്ഷയ്ക്കുള്ള അടിസ്ഥാനം?
സമുദായ സംഘടനകളുടെ ഭൂരിപക്ഷം കണക്ക് കൂട്ടിയാൽ UDFിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടാവാം. പക്ഷേ ആ സമുദായങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന, മതവിഭാഗങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന സാധാരണ മനുഷ്യരവിടെ ഉണ്ട്. കൂലിപ്പണിയെടുത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യർ, ചെറുകിട കൃഷിക്കാർ, അവിടെ വൻകിട റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരും വൻകിട പ്ലാന്റർമാരും ആരും അവിടെ ഇല്ല. ഈ സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിക്കലാണ് LDFിനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കക്ഷിയിൽ എത്ര പേരുണ്ടെന്നുള്ളതല്ല. അവിടെ ജോൺ കൊണ്ടുവന്നൊരു വിമർശനം അവരുടെ ശുഭപ്രതീക്ഷയ്ക്ക് ഇട നൽകിയിരിക്കുന്നത് RSP കഴിഞ്ഞ തവണ നമ്മുടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെന്നാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുന്നു, RSP ഇല്ലാതെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മളവിടെ ജയിച്ച കാര്യം ജോൺ വിസ്മരിക്കുകയാണെന്ന് തോന്നും. ഈ പറയുന്ന ജനവിഭാഗങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ, ഈ സമുദായങ്ങളുടെ കണക്ക് പറഞ്ഞാൽ തന്നെ വസ്തുതാവിരുദ്ധമായ കണക്കുകളാണ് പറഞ്ഞത്. നായർ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞതൊക്കെ അത് ശരിയല്ല. ആ നായർ മുഴുവൻ 3ആയി ഡിവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു വിഷമവുമില്ല 3ആയി ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ, അതിന് ഞങ്ങൾക്ക് ദോഷം വരില്ല. ഈഴവ സമുദായം ഏതാണ്ട് 21%. ജോൺ പറഞ്ഞ കണക്കല്ല ശരി. നാടാർ സമുദായത്തിൻ്റെയൊക്കെ വോട്ട് പരിശോധിച്ചാൽ 18%, 23%ഇല്ല നാടാർ ക്രിസ്ത്യൻ വിഭാഗം. പട്ടികജാതി പട്ടികവർഗവും ആദിവാസികളെല്ലാം കൂടെ വരുന്ന 10% മുഴുവൻ അട്ടിപ്പേറായി UDFിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് അരുവിക്കര മണ്ഡലത്തിൽ, ഞാനിപ്പോൾ 20 ദിവസമായി അവിടെ ഉണ്ട്, ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയാൽ ഏത് അടിസ്ഥാനത്തിലാണ് UDFിന് വോട്ട് ചെയ്യേണ്ടത്? അവിടെ വികസനത്തിൻ്റെ കാര്യത്തിലാണോ? ഇത്രയും കണ്ടം ചെയ്ത ഒരു മണ്ഡലം, ഈ ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ ഇത്രയും മോശപ്പെട്ട ഒരു വണ്ടി ഓടിച്ചു പോകാൻ നിവൃത്തിയില്ലാത്തൊരു മണ്ഡലം ഈ അരുവിക്കര മണ്ഡലം. കാർത്തികനെ കുറിച്ച് എനിക്കും വലിയ ധാരണയായിരുന്നു. അദ്ദേഹം സ്പീക്കറും വലിയ നേതാവും മന്ത്രിയുമൊക്കെ ആയിരുന്നതിൻ്റെ ഫലമായി അവിടെ എന്തെങ്കിലും നടന്നു കാണുമെന്ന്. ഞാൻ ചലഞ്ച് ചെയ്യുന്ന CP ജോണിനെ ഒന്ന് ഈ തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളിലൊന്ന് പോയിട്ട് അതുപോലെയാണോ ഈ അരുവിക്കര മണ്ഡലത്തിലെ റോഡുകൾ കിടക്കുന്നതെന്ന് നോക്ക്. കുണ്ടും കുഴിയുമായി കുളമായി കിടക്കുക. അവിടെയുള്ള ആൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. മാത്രമല്ല 10 ആൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംരംഭം വരുമെന്ന് LDF ഗവൺമെൻറ് കാലത്ത് ബോട്ടിലിംഗ് പ്ലാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 500 പേർക്ക് ജോലി കിട്ടുമെന്ന് ശ്രീ കാർത്തികേയൻ തന്നെ ആ പ്ലാൻ യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ് മാനിഫെസ്റ്റോ ഇറക്കിയതാണ്. അതിപ്പോൾ തൊടുപുഴയിലാണ്, മാണിയുടെ മണ്ഡലത്തിലാണ്. 60-70% വരുന്ന റബ്ബർ കൃഷിക്കാരൻ ഇടത്തരക്കാരാണ്, വലിയ പ്ലാന്റർമാരല്ല. കണ്ണീര് കുടിക്കുകയാണ് അവർ. ഇവരെല്ലാം എങ്ങനെയാണ് UDFിന് അനുകൂലമായി വോട്ട് ചെയ്യുക? ഏതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന വികസന പദ്ധതികൾ പോലും ആ മണ്ഡലത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി. ഐസർ വരുമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം 100 ഏക്കർ സ്ഥലം CP ജോൺ, താങ്കൾ പറഞ്ഞ എല്ലാ വാദങ്ങളും ആനത്തലവട്ടം ആനന്ദൻ തള്ളിക്കളയുന്നു. ഒന്ന്, RSP കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഒപ്പമുണ്ടായിരുന്നില്ല, എന്നിട്ടും സമ്പത്ത് അവിടെ 4000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. അതുപോലെ തന്നെ ജാതി മത സമവാക്യം, ഈ പറയുന്ന നായർ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിലും നാടാർ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും അത് UDFിൻ്റെ അട്ടിപ്പേരല്ല, അതെല്ലാം ജനങ്ങളാണ്. രാഷ്ട്രീയ മാറ്റത്തിന് CP ജോൺ ഇപ്പോൾ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീ PC ജോർജ്, ഈ പറയുന്ന CP ജോൺ പറയുന്ന ജാതി മത സമവാക്യങ്ങളും രാഷ്ട്രീയ അവസ്ഥയുമാണോ അവിടെ ഉള്ളത്? UDFിനെ സംബന്ധിച്ചിടത്തോളം CP ജോൺ അവകാശപ്പെടുന്ന ആ വിജയ സാധ്യത അത് അരുവിക്കരയിലുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ പോയ ഒറ്റ ഉദാഹരണം അപ്പം മനസ്സിലാവും. ഈ റിപ്പോർട്ടർ ചാനല് ഒറിജിനലായിട്ടങ്ങ് കാണിച്ചാൽ മതി, അപ്പം മനസ്സിലായി. ഇന്ന് രാവിലെ ഞാൻ ബോണക്കാട് എസ്റ്റേറ്റിലാണ് പോയി. അവിടെ 267 കുടുംബങ്ങളാണ്. ഒരാളെ അല്ലാതെ ഒരു വോട്ടല്ലാതെ ഒരു വോട്ടൂടെ അവിടെ നിന്ന് കിട്ടുകയില്ല. അവിടെ ആ സ്ത്രീകൾ പറയുന്ന ഇടയ്ക്ക് കരച്ചിൽ വന്ന് അവർ പറഞ്ഞത് ഈ MLA കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഒരാൾ കടത്തി പറഞ്ഞു MLA ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ ആളാ. പിന്നെ അയാൾക്കുടെ പേര് ഞങ്ങൾക്ക് തന്നെ സഹതാപം, അയാളുടെ മകനെങ്ങനെ ഞങ്ങൾ വോട്ട് കൊടുക്കുന്നു. ഈ ഭാഷയെ ആ സ്ത്രീകൾ വന്നപ്പോൾ അമ്മമാർ പറയുക പട്ടിണിയാണ്. മനസ്സിലായോ? ഇവിടുത്തെ ആദിവാസി മേഖല ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ല. സ്പീക്കറായിരുന്നു, 2 പ്രാവശ്യം മന്ത്രിയായിരുന്നു ഈ കാർത്തി. എന്താണ് അദ്ദേഹം? എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ബാക്കി മിണ്ടാതിരിക്കുന്നത്. ആ നിയോജകങ്ങളൊന്ന് പോയി കാണണം. ഇതെന്താ ഈ മനുഷ്യൻ ഇത് കാണിച്ചത്? ഞാൻ ചോദിച്ചോ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ 12ാം സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം പിറ്റേ ദിവസം രാജി പ്രഖ്യാപിച്ചു ജനങ്ങളുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അരുവിക്കരയിൽ ഡാമുണ്ട്, തൊട്ടപ്പുറത്ത് നെയ്യാർ ഡാമുണ്ട്. എത്ര ഡാമാ? പക്ഷെ വെള്ളം ആ നാട്ടുകാർക്കില്ല. അതെല്ലാം തിരുവനന്തപുരത്ത് മന്ത്രിമാരും MLA-മാരും ഒക്കെ കുടിച്ചു തീർക്കാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം അവിടെ നിന്ന് കൊണ്ടുവരും. ആ നാട്ടുകാർക്ക് വെള്ളമില്ല. ഒരു വീട് നല്ലതില്ല, ഒരു റോഡ് നല്ല. ഇങ്ങനെ 24 കൊല്ലം എങ്ങനെ ഈ മനുഷ്യനെ ആ നാട്ടുകാർ സഹിച്ചു എന്ന് ചോദിച്ചാൽ പോലും കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ പൊന്ന് പ്രകാശ്, എൻ്റെ രസനന്തരം ആര്യനാട് ഇതിൻ്റെ സെൻട്രൽ പൈസ
ഈ ബോണോക്കാട് എസ്റ്റേറ്റ് വെച്ച് അതങ്ങ് ഒഴിവാക്കിയാലുണ്ട് എല്ലാവരും 15 കിലോമീറ്ററിന് ചുറ്റും പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഒരു ദിവസം 3 പ്രാവശ്യം നീളം മുഴുവൻ കറങ്ങി വരാം ഒരു MLA ആണ്. ഞാൻ മനസ്സിലായി, എനിക്ക് 85 കിലോമീറ്റർ എൻ്റെ നീളത്തിന് നീളം. 2 പ്രാവശ്യം ഞാൻ അതിലേക്ക് ഇറങ്ങുന്നവനാണ്. അതാ പറഞ്ഞു, എൻ്റെ നാട്ടിലേക്കാണെങ്കിൽ റോഡിലിറങ്ങി അടിച്ചേനെ എന്നെ നാട്ടുകാർ. ഇവിടുത്തെ ജനങ്ങൾ ഇതുപോലെ പാവങ്ങളാണല്ലോ. അവിടെ വോട്ടും ചോദിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ അത് മനുഷ്യന് പോലും ചെല്ലാൻ പറ്റുമോ? അവിടുത്തെ റബ്ബർ കൃഷിക്കാർ കരയുക. 1227 ടൺ റബ്ബർ സംഭരിച്ച് മനുഷ്യനെ കളിപ്പിച്ചുകൊണ്ട് നടക്കല്ലേ ഉമ്മൻചാണ്ടി മാണിക്കൂടെ. ഒന്നും വേണ്ടല്ലോ, ഒറ്റയാണ് നികേഷ് ഒന്ന് പ്രകാശിക്കട്ടെ. 40 രൂപ ഉണ്ടായിരുന്ന ഭൂമിയുടെ അടിസ്ഥാന നികുതി ഇന്ന് 205 രൂപയാക്കി. ലോകത്ത് കേട്ടിട്ടുണ്ട് 5 ഇരട്ടി. തീർന്നോ? മുൻകാല പ്രാബല്യം കൊടുക്കും. കഴിഞ്ഞ കൊല്ലം 40 രൂപ കൊടുത്തെങ്കിൽ 165, ബാക്കി 205-ന് 40 പോയിട്ട് 165, 24% പലിശ കൂടെ കൊടുത്തോളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടി വെട്ടിപ്പോകുന്ന മനുഷ്യനോട് പറഞ്ഞ് ഇവരെ, മനസ്സിലായോ? വോട്ട് കിട്ടുമെന്ന്. വോട്ടല്ല കിട്ടും UDF-ന്. UDF-ന് വോട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി ഞാൻ നിർത്തിയിട്ടുണ്ട്, ഒരു സംശയമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ACDF നിർത്തിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. കാണിച്ചു തരാം വോട്ട് എവിടെ പോകുന്നു. ശ്രീ PC ജോർജ്, UDF-ന്റെ ഇപ്പോൾ CP ജോണിന്റെ അവകാശവാദം താങ്കൾ കേട്ടതാണല്ലോ. CP ജോൺ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണിയിൽ 2 പാർട്ടികളാണ് പ്രധാനമായും ഉള്ളൂ. ഇടതു പാർട്ടികളായ CPI-യും CPIM-ഉം. മറ്റ് ജനാധിപത്യ പാർട്ടികളൊന്നും അതിലില്ല എന്നൊരഭിപ്രായം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ടല്ലോ, ഏതാണ്ട് 10-24% വരും എന്നാണ് CP ജോൺ UDF-ന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. CSI വിഭാഗങ്ങൾ അത് UDF-ന് വോട്ട് ചെയ്യും. മറ്റൊന്ന്, 14% വരുന്ന മുസ്ലിം വോട്ടുകൾ, അതിൽ സിംഹഭാഗവും ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് UDF-ന് വോട്ട് ചെയ്യും. പിന്നീട് നായർ കമ്മ്യൂണിറ്റി, ഈ നായർ കമ്മ്യൂണിറ്റിയിലാണ് 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. അവർ രാജഗോപാൽ ഉൾപ്പെടെ അതിലൊരു ഭാഗം വോട്ട് നേടിയെടുക്കും. അങ്ങനെ അദ്ദേഹം നിരത്തുന്ന കണക്കുകൾ അനുസരിച്ച് UDF ജയിക്കും എന്ന് CP ജോൺ പറയുമ്പോൾ അങ്ങനെയല്ല. ഈ പറയുന്ന കമ്മ്യൂണിറ്റികളുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ല. ഇത്ര വോട്ടിന് ഇത്ര വിഭാഗങ്ങളിൽ നിന്ന് ഇത്ര വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടും എന്ന വ്യക്തമായ കണക്ക് താങ്കളുടെ കയ്യിലുണ്ടോ? ഞാനേ പ്രകാശ് വളരെ വ്യക്തമായിട്ട് ആ നിയമത്തിൽ മാറാതെ ഓരോ വാർഡ് ബൂത്ത് ബേസിൽ കണക്കെടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ഞാനവിടെ. മനസ്സിലായില്ലേ? കാശ് കുറവെന്നുള്ളൂ ഞാൻ കണക്ക്. പക്ഷേ ഞങ്ങളുടെ മനസാക്ഷിയുള്ള 100 കണക്കിന് പ്രവർത്തകരുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഈ കണക്കൊക്കെ പറയുന്നത്. ഞാൻ പറയട്ടെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഏത് ഭാഗത്ത് നിന്ന് വോട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. എന്താണെന്ന് പറയാം, ജോണിനെ പോലുള്ള ആളുകൾ ഉമ്മൻചാണ്ടിയുടെ വെറും ഒരു അടിമയായി മാറിയിരിക്കുകയല്ലേ ജോണിനെ പോലുള്ള ആളുകൾ. ഇവിടെ CSI ഉണ്ട്, CSI സമൂഹം എന്ന് പറഞ്ഞാൽ നാടാർമാരാണ്, നാടാർ സമൂഹമാണ്. അവരെ CSI സമൂഹത്തിനകത്തൊരു ചെറിയ തർക്കം ഉണ്ടാക്കിയിട്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്തിന് തർക്കം ഉണ്ടാക്കിയിട്ട്, നാടാർമാർ എന്ന വർഗത്തെ മാറ്റി നിർത്തി അവരെ സ്വന്തമാക്കി മാറ്റാനുള്ള ചെറിയ കളി നടത്തുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനിൽ ഉൾപ്പെടെയുള്ള 17ഓളം ബിഷപ്പുമാർ കൂടി BSDPയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ച് യോഗം നടത്തുക അതിനെതിരായ നീക്കമാണ്. ആ നീക്കത്തിൽ CSI കമ്മ്യൂണിറ്റി അച്ഛന്മാരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ജോൺ ഇതൊന്നും അറിയുന്നില്ല. ഉമ്മൻചാണ്ടി കള്ളക്കളിക്ക് കൂട്ടാ മനുഷ്യൻ മുഴുവനാണ് ജോൺ വിചാരിച്ചിരിക്കുന്നത്. അവിടെ CSI കമ്മ്യൂണിറ്റിയിൽ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പള്ളിക്കൂടിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ UDF-ന്റെ പേര് പറഞ്ഞു. അവിടെ മനസ്സിലാക്കണം, ഞങ്ങളെ ACDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന K. ദാസ് ഒരു പാവപ്പെട്ട റിട്ടയർഡ് അധ്യാപകനാണ്. അങ്ങേര് CSI കമ്മ്യൂണിറ്റി ആണെന്ന് മാത്രമല്ല കമ്മ്യൂണിറ്റിയുടെ സമുദായത്തിന് ഉത്തരവാദിത്വം. വളരെ വ്യക്തമാണ്. ശ്രീ CP ജോൺ, താങ്കൾക്ക് കേൾക്കാമോ? ഹലോ CP ജോൺ, താങ്കൾക്ക് കേൾക്കാമോ? താങ്കൾ പറയുന്ന രീതിയിലല്ല. ഒന്ന്, അരുവിക്കരയിലെ അവികസിതാവസ്ഥ, നല്ല റോഡുകളില്ല, ഒരു വികസനവും എത്തിയിട്ടില്ല, പ്രാഥമിക സൗകര്യങ്ങളൊന്നും തന്നെ ഇത്രയും നാൾ ആയിട്ടും G. കാർത്തികേയൻ അവിടെ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പുറത്തുള്ള ഒരു എതിർ വോട്ടുകൾ. മറ്റൊന്ന്, താങ്കൾ പറയുന്നത് പോലെയല്ല, പ്രധാനപ്പെട്ട സമുദായങ്ങളെല്ലാം തന്നെ എതിർവികാരവുമായി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ താങ്കളുടെ ആദ്യത്തെ വാദം എങ്ങനെ ശരിയാകും? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മലയോര പ്രദേശം ഒരു മണ്ഡലം ശ്രീ CP ജോൺ ഒരു പൊതുയോഗ വേദിയിലാണ്, തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, CP ജോൺ
ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആ വോട്ട് 3ആയി വിഭജിക്കപ്പെടും. ഏതാണ്ട് 1.5 ലക്ഷം വോട്ട് പോൾ ചെയ്താൽ അതിൽ 50,000 വോട്ടുകളും നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകളാണ്. കാരണം 31% നായർ കമ്മ്യൂണിറ്റി. അങ്ങനെ വരുമ്പോൾ അതിൽ കഴിഞ്ഞ തവണ ജി കാർത്തികേയനും RSPയുമാണ് ആ വോട്ട് പ്രധാനമായി പങ്കിട്ടെടുത്തതെങ്കിൽ ഇത്തവണ ഒ രാജഗോപാലിൻ്റെ സജീവ സാന്നിധ്യമുണ്ടായിരിക്കുന്നു. നായർ വോട്ടുകളാണ് പ്രധാനമായിട്ടും ഒ രാജഗോപാലും ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. ഏതാണ്ട് 20,000-ലേറെ വോട്ടുകൾ ഒ രാജഗോപാൽ ശേഖരിക്കും എന്നതിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ അത് ഇടതുപക്ഷത്തെ ബാധിക്കില്ലേ? ഇടതുപക്ഷ മനോഭാവമുള്ള അവിടത്തുള്ള സാധാരണ കൃഷിക്കാരും തൊഴിലാളികളും ഇടത്തരക്കാരും ചെറുകിട കച്ചവടക്കാരും അവർ നായരോ മുസ്ലിമോ ക്രിസ്ത്യാനോ ഏത് ജാതിയിൽപ്പെട്ടവരായാലും ശരി മതത്തിൽപ്പെട്ടവരായാലും ശരി അവർ ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യും. ഇവർ ഏത് പഞ്ചായത്തിലാണ് ഇവർ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നത്? അവർക്കുള്ള 2 പഞ്ചായത്തുണ്ട്, ആകെ 8 പഞ്ചായത്തിൽ. ആ ഭൂരിപക്ഷം തന്നെ കഴിഞ്ഞ കാലത്ത് കിട്ടിയിരുന്ന ആ ഭൂരിപക്ഷം ഇത്തവണ കുറയും. ഏതെങ്കിലും പഞ്ചായത്ത്, ഞാനിപ്പോൾ സമുദായ നേതാക്കന്മാരുടെ സമുദായത്തിൻ്റെ സംഘടനയുടെ നേതാക്കന്മാരുടെ എണ്ണം എടുത്താൽ അവിടെ കൂടെ ഉണ്ടായിരിക്കും. ആ സമുദായത്തിലെ സാധാരണ മനുഷ്യർ അവരവരുടെ ഒപ്പമല്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയാൻ പോവുകയാണ്. സാമുദായിക നേതാക്കന്മാരുടെ പിന്തുണ, അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ എല്ലാം ഫലമായി ഞങ്ങൾ ജയിക്കുമെന്നുള്ള അഹങ്കാരത്തിലാണ് ഈ പറയുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 27-ാം തീയതി പോളിംഗ് കഴിയുമ്പോൾ ഫലം വരുമ്പോൾ ബോധ്യമാകും. സാധാരണ ജനങ്ങൾ ജീവിത പ്രയാസം അനുഭവിക്കുന്ന കൃഷിക്കാരും തൊഴിലാളികളും തൊഴിൽരഹിതരായി നടക്കുന്ന യുവതി യുവാക്കളും അവർ ഈ സാമുദായിക നേതാക്കന്മാരുടെ കൂടെയല്ല. അതിന് പരിഹാരം കാണാൻ കഴിയുന്നൊരു പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രസ്ഥാനമാണെന്ന് കണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പാടുന്നത്. ഇവിടെ പണവും അധികാരത്തിന്റെ ഹുങ്കം ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെയും ശ്രീ ആനത്തലവട്ട ആനന്ദൻ, അരുവിക്കരയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമുദായ ഘടകം അത് വളരെ പ്രധാനമായി വർക്ക് ചെയ്തിരിക്കുന്നു. UDF ആകട്ടെ, LDF ആകട്ടെ, BJP ആകട്ടെ പ്രബല കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന നായർ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നായർ വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ R ബാലകൃഷ്ണപിള്ളയെ നോക്കുക. R ബാലകൃഷ്ണപിള്ള പ്രധാനമായിട്ടും നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുടെ കുടുംബയോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അപ്പോൾ അതിൽ ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ട്, UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ട്, ആ വോട്ടിൽ മൂന്നാമതൊരു കക്ഷി വന്ന് കുറച്ച് വോട്ട് പിടിക്കുമ്പോൾ അത് ആരുടെ വോട്ടാണ് നഷ്ടപ്പെടുന്നത് എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി എടുക്കാം. ഈഴവ കമ്മ്യൂണിറ്റിയുടെ സിംഹഭാഗവും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ ഒരു ഒ രാജഗോപാലിൻ്റെ BJPയുടെ സാന്നിധ്യം എത്രത്തോളം? മറ്റൊന്ന്, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിലും മുസ്ലിം വിഭാഗങ്ങളാണെങ്കിലും അവർക്കുമുണ്ട് ഒരു 10-40% വോട്ട്. ആ വോട്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെ പോൾ ചെയ്യപ്പെടും എന്നത്. അപ്പോൾ ബാർക്കോഴ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ, വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, UDF സർക്കാർ നേരിടുന്ന പൊതുവിൽ ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ, അതിനോടൊപ്പം സാമുദായിക ഘടകവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ സജീവ സാന്നിധ്യമല്ലായിരുന്ന BJPയുടെ കാടിളക്കിയുള്ള പ്രചാരണം. ആ വോട്ട് ഈ തവണ അരുവിക്കരയിൽ ആര് ജയിക്കണം തോൽക്കണം എന്നതിൽ നിർണായകമാണ്. അത് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ? ആ വിലയിരുത്തൽ നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു തീരുമാനം എന്താണ്? BJPയുടെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യവും രാഷ്ട്രീയവും ഒന്നാണ്. ഒരു വർഗ താല്പര്യമാണ്. അത് ധനിക വർഗത്തിൻ്റെ സമ്പന്ന വർഗത്തിൻ്റെ താല്പര്യമാണ്. ആ സമ്പന്ന വർഗത്തിന് വോട്ട് ചെയ്തിരുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ കൂടെ ഇപ്പോൾ അതേ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടി BJPയുടെ വന്നപ്പോൾ ആ വോട്ട് ഡിവൈഡ് ചെയ്യും. തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സാധാരണക്കാരൻ്റെയും വോട്ട് എങ്ങനെയാണ് BJPക്ക് പോവുക, ഇങ്ങനെ കോൺഗ്രസിന് പോവുക? ഇവിടെ 2 കൂട്ടരുടെയും ഭരണത്തിൻ്റെ ഫലമായല്ലേ ഈ നാട് ഈ പടുതിയിൽ എത്തിയിരിക്കുന്നത്, നമ്മുടെയുള്ള ജനങ്ങൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് സാമുദായിക നേതാക്കന്മാർ, ഈ 2 കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന സാമുദായിക നേതാക്കന്മാർ അതിലിപ്പോൾ ഡിവൈഡ് ചെയ്ത് BJPക്ക് കൂടെ കൊടുക്കാൻ തീരുമാനിച്ചത് കൊണ്ട് ആ സമുദായത്തിലെ മുഴുവൻ ആൾക്കാരെല്ലാം BJPയുടെയും കോൺഗ്രസിൻ്റെയും കൂടെ പോകുന്നത് തെറ്റിദ്ധരിക്കുകയും വേണ്ട. അവിടെ ലീഗ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് കുറെ 15%-ലേറെ വോട്ടുണ്ട്. അവരെല്ലാം ലീഗല്ല, അവർ ദേശീയ മുസ്ലിങ്ങളാണ്, നാഷണൽ ബോധമുള്ളവരാണ്. ഒന്നുകിൽ അവർ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ്. ആ മുസ്ലിങ്ങൾ അട്ടിപ്പേറായി പോകുന്നില്ല.
അതേപോലെ അവിടെയുള്ള ആദിവാസി മേഖലയിൽ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ പോയാലും ആദിവാസികൾ ഇന്ന് കിടക്കുന്ന കിടപ്പിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും സഹായം ലഭിക്കാൻ കഴിയുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തു നിന്നാണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തു നിന്നാണെന്നുള്ള ബോധം അവർക്കുണ്ട്. അവർ ഇപ്പുറത്താണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ആരാണ് ഇവർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത്? പിന്നെ ഈ കൊള്ളരുതാത്ത ഭരണത്തിൻ്റെ വിലയിരുത്തൽ. LDF അല്ല ക്ഷീണിച്ചത്, UDF ആണ് ക്ഷീണിച്ചത്. UDFിലെ ഈ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാരാണ് ഇറങ്ങി നടന്നവർക്കെതിരായി പ്രചാരണം നടത്തുന്നത്. ആ മന്ത്രിസഭയുടെ UDFിൻ്റെ ചീഫ് വിപ്പാണ് PC ജോർജ്. ആ PC ജോർജ് ദിവസേന നടത്തുന്ന പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതേപോലെ ബാലകൃഷ്ണപിള്ള UDFിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞ ആള്. ഇവരെല്ലാം അപ്പുറം വിട്ട് ഇവിടെ നിങ്ങൾ പോയി RSP വിട്ടുപോയെന്നാണ്. RSPക്ക് ആ മണ്ഡലത്തിൽ എത്ര സ്വാധീനമുണ്ടെന്നുള്ള വിവരമൊക്കെ കണ്ണു തുറന്ന് കാണുന്നവർക്ക് കാണാൻ സാധിക്കും. വ്യക്തമാണ്. ശ്രീ ഫക്രുദ്ദീൻ അലി, താങ്കൾ ഈ മുന്നണികൾക്കപ്പുറത്ത് അരുവിക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നോക്കിക്കാണുമ്പോൾ ജാതിമത ഘടകങ്ങൾ, ഒപ്പം കൃത്യമായ രാഷ്ട്രീയ വോട്ടുകൾ, മറ്റൊന്ന് വികസനത്തിൻ്റെ വോട്ട്, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമാണോ ആരാണ് മുന്നിലെന്ന്? ഇപ്പോഴും സത്യത്തിൽ വ്യക്തമല്ല എന്നുള്ളതാണ്. ഇഞ്ചിനഞ്ച് പോരാട്ടമാണ് LDFും UDFും ആ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ BJP ഉണ്ട്. BJP ഈ പറയുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്ത് പോകാവുന്ന വോട്ട്, നായർ വോട്ടുകൾ, ഈഴവ വോട്ടുകളുമാണ് പ്രധാനമായും BJP ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇവിടെ BJP നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സ്റ്റൈലിൽ ഓരോ വീട്ടിലും ഇഷ്യൂസ് ബേസ് ചെയ്തുകൊണ്ട് പ്രചാരണം നടത്തിക്കൊണ്ട്, സ്ക്വാഡ് വർക്ക് നടത്തിക്കൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ട് LDFിന്റെ ഒരൊറ്റ വോട്ട് പോലും, എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ കാലത്തും LDFിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. LDFിന് കിട്ടുന്ന ഇഴവ വോട്ടുണ്ട്, അത് വളരെ കൃത്യമായി LDFിന് വീഴുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ രാജഗോപാലിന്റെ ഒരു ഭീഷണി തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് അവർക്ക് കിട്ടാവുന്ന, അവരുടെ പ്രധാനമായിട്ട് ഈ മേഖല ജാതീയമായി നോക്കാൻ നായർ വോട്ടുകൾ ഹൈന്ദവ സമുദായത്തിൽ, അത് പരമാവധി അവർ പോൾ ചെയ്യാനുള്ള സംവിധാനം അവരും നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന രീതി BJP പ്രതീക്ഷിക്കുന്ന വലിയ ഒരു നേട്ടമൊന്നും ജാതീയമായ വോട്ടുകളായിട്ട് അവർക്ക് ഉണ്ടാവില്ല. ഇത് LDFിന്റെ UDFിന്റെ ഇടയിൽ വിഭജിച്ചു പോയി. എങ്കിലും കേന്ദ്ര ഭരണത്തിന്റെ ഒരു സ്വാധീനം, നിലവിലുള്ള രാഷ്ട്രീയ പരിസ്ഥിതി എല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് സ്റ്റിൽ രാജേട്ടന് ഒരു 4000-5000 വോട്ടുകൾ അധികം പിടിക്കാൻ പറ്റും. അത് മറ്റൊരുപാട് ന്യൂ ജനറേഷന്റെ വോട്ടുകളായിരിക്കും ഒരുപക്ഷെ അതിൽ ഏറ്റവും നിർണായകമായാൻ പോകുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ്. അത് ഇവരിപ്പം വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ LDF ആണ് ജയിക്കേണ്ടത്. ഇപ്പം വാനത്തലവട്ട പറഞ്ഞതുപോലെ, കാരണം അത്രയും മോശപ്പെട്ട മണ്ഡലമാണ്. കഴിഞ്ഞ 20 വർഷം അതിന് മുമ്പ് വികസനം നടന്നോ എനിക്കറിയില്ല, കാര്യമായിട്ടൊരു വികസനം നടന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഇലക്ഷനിൽ അവിടെ വില്ലനും നായകനും UDF തന്നെയാണ്. അവിടെ നായകൻ എന്ന് വെച്ചാൽ UDFിന്റെ സ്ഥാനാർത്ഥി, അവനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. ന്യൂ ജനറേഷന്, പെൺകുട്ടികളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിലൊക്കെ അനുതാപം പിടിച്ചു പറ്റാൻ ശേഷി അവനുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡ് ആയ യൂത്താണ്. അതൊക്കെ അവന് പോസിറ്റീവായി വരുന്ന സംഭവമാണ്. എന്നാൽ UDFിന്റെ തന്നെ വില്ലനുണ്ട്. സരിത കേസും ബാർ കേസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അരുവിക്കരയുടെ വികസന മുരടിപ്പ്, ഇതെല്ലാം അവിടെ UDFിനുള്ളിൽ തന്നെ UDFിനെതിരെ പ്രവർത്തിക്കുന്ന വസ്തുനിഷ്ഠമായിട്ടുള്ള എന്താ പ്രതിനായക സ്വഭാവമുള്ള സംഭവങ്ങളാണ്. ഈ രണ്ടും തമ്മിലുള്ള പോരാട്ടത്തിൽ SS പാണ്ഡ്യൻ പണ്ട് MGRന്റെ ഭരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. MGRന്റെ ഭരണത്തിന്റെ പ്രത്യേകത അഴിമതിയൊക്കെ നടമാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, വലിയ പുരോഗതിയൊന്നുമില്ല. എങ്കിലും MGRന്റെ ഒരു ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ AIDMK തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഇമേജ് ട്രാപ്പ് എന്നാണ് SS പാണ്ഡ്യൻ പറയുന്നത്. കേരളത്തിലെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും ടെലിവൈസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അരുവിക്കര നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ താരപരിവേഷമുണ്ട്. ഈ താരപരിവേഷം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് UDFിന്റെ സ്ഥാനാർത്ഥിയായ യുവാവിനാണ്, ശബരിനാഥിനാണ്. ഇതാണ് ഒരു പക്ഷേ ഈ സഖാവ് ആനത്തലവട്ടം എല്ലാം പറഞ്ഞ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറം പക്ഷേ ഇലക്ഷൻ ദിവസത്തിൽ സൈക്കോളജിക്കലായിട്ട് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഈ ഇമേജ് ട്രാപ്പ് ആവും എന്നുള്ള ഭീതി എനിക്കുണ്ട്. ഫക്രുദ്ദീൻ അലി, പക്ഷേ അതിനപ്പുറം ഇപ്പോൾ PC ജോർജ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ, പട്ടിണിയിലായ ജനങ്ങൾ, സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ, കുടിവെള്ളത്തിൻ്റെ ദൗർലഭ്യം, അങ്ങനെ കേരളത്തിൻ്റെ ഭാഗമാണോ അരുവിക്കര എന്ന് സംശയമുണർത്തുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയെ അതിനെ പ്രതിനിധാനം ചെയ്യാതെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CP ജോൺ വോട്ട് പറയുന്നത്. ഇന്ന വിഭാഗങ്ങൾ ഇന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യും. അതുപോലെ BJP വന്നത് ചില വിഭാഗങ്ങളുടെ വോട്ട് ഭിന്നിച്ചു പോകാൻ ഇടയാക്കും, അതും ഞങ്ങൾക്ക് ഗുണകരമാകും എന്ന് പറയുമ്പോൾ വർഗീയതയും അഴിമതിയും എല്ലാം പരസ്പര ബന്ധിതമാണ് എന്ന സ്ഥിരമായ ആ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, അത് അരുവിക്കര ശരിവെക്കാൻ പോവുകയാണോ? അങ്ങനെ ശരിവെക്കുകയാണെങ്കിൽ
അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തോടുള്ള ഒരു വെല്ലുവിളിയായിരിക്കില്ലേ? അകത്ത് CP ജോൺ പറഞ്ഞതിൻ്റെ ജാതീയമായ വോട്ടുകൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടി ഒന്നും നമുക്ക് പറയാൻ പറ്റും. കേരളത്തെ പല ഇലക്ഷനുകളും നമ്മൾ എടുത്തു നോക്കിയാൽ പറയാം. ഇപ്പം മലബാറിൽ തന്നെ AP അബൂബക്കർ മുസ്ലിയാർ നിർത്തിയിടുന്ന സ്ഥാനാർത്ഥി തോൽറ്റിട്ടുണ്ട് എന്ന് വെച്ചാൽ AP അബൂബക്കർ മുസ്ലിയാർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലത്ത്. അതുപോലെ തന്നെ ഈ സൗത്തിലോട്ടും വെള്ളാപ്പള്ളി നടേശൻ തോൽപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരുപക്ഷെ സരിതാ കേസിൽ ഏറ്റവും കൂടുതൽ ഇമേജ് നഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ആലപ്പുഴയെ ജയിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒന്നും വളരെ കൃത്യമായിട്ട് അത് കോൺഗ്രസ് എക്കാലഘട്ടത്തും പറയുന്നതാണ്. ചില സാമുദായിക നേതാക്കന്മാരെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇവർ വഴി ഞങ്ങൾക്ക് വോട്ട് കിട്ടും, അല്ലെങ്കിൽ ഈ സംഘടന വഴി വോട്ട് കിട്ടും, അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു മറുചോദ്യമുള്ളത്, അരുവിക്കര 20 വർഷമായിട്ട് ഈ പറയുന്ന കാർത്തികൻ എങ്ങനെയാണ് ജയിച്ചത്? ഇപ്പൊ ഞങ്ങളൊക്കെ മലബാറിലുള്ള എന്റെ ബാലുശ്ശേരി മണ്ഡലം, അവിടെ പുരുഷൻകാടലുണ്ടി കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് ചെയ്തതിന് 4-1 പണി 20 വർഷം കൊണ്ട് ഈ കാർത്തികൻ ചെയ്തിട്ടില്ല. പക്ഷേ കാർത്തികൻ അവിടെ ജയിച്ചു വരുന്നു. അപ്പോൾ അത് അതിൻ്റെതായ ഒരു രാഷ്ട്രീയം, അത് ജാതീയമായ ഒരു ഘടകങ്ങളുണ്ട്, മറ്റൊരുപാട് ഘടകങ്ങൾ, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറം ഒരു പക്ഷേ ഹൈലി ടെലിവൈസ്ഡ് ആയിട്ടുള്ള ഈ ഇലക്ഷനിൽ ഒരു ഇമേജ് ട്രാപ്പിലാണ് പെട്ടുപോകാൻ സാധ്യത. ഈ ഇമേജ് കാണിക്കുന്നതിൽ ചില വസ്തുതകളുണ്ട്. ഒട്ടും വികസനം നടത്താതെ പട്ടിണിയിൽ ജനങ്ങളെ തളച്ചിട്ടിട്ടും കാർത്തികേയൻ പലവട്ടം ജയിച്ചു. അതെങ്ങനെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. അതുപോലെ സരിതാ കേസിൽ ആക്ഷേപത്തിന് ഇടയാക്കിയവർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചുപോയി. അപ്പോൾ വികസനത്തിനും അഴിമതിക്കും അപ്പുറം ഏതോ ഒരു ഘടകം ചിലപ്പോഴൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കാറുണ്ട്. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ CP ജോൺ, ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ PC ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.